സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ഖജനാവിലെ പണം മുടക്കി നിർമ്മിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെ പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ കാടുകയറി മൂടി വീടുകൾ. മൂന്നാറിൽ ധനകാര്യ സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. കണ്ണൂരിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ മൺതിട്ടയിൽ ഇടിച്ചു നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. പതിനഞ്ചാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. ഒക്ടോബർ 10 വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കി നോക്കിക്കാണുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കയറിക്കിടക്കാൻ ഇനിയും അടച്ചുറപ്പുള്ള വീടില്ലാത്ത നിരവധി ആളുകളുള്ള നാട്ടിൽ സർക്കാർ ഖജനാവിലെ പണം മുടക്കി നിർമ്മിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെ കാടുകയറി മൂടി വീടുകൾ. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കാണ്ടിയാമ്പാറ, അമ്പഴച്ചാൽ, തോക്കുപാറ മേഖലകളിലാണ് 8 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വീടുകൾ നാഥനില്ലാതെ കിടക്കുന്നത്. ഒന്നും രണ്ടുമല്ല 20ഓളം വീടുകളാണ് പൊതുപ്പണം വിനിയോഗിച്ച് നിർമ്മിച്ച ശേഷം കാടുകയറാൻ വിട്ടു നൽകിയിട്ടുള്ളത്. ഈ വീടുകൾ സമീപവാസികൾക്കുണ്ടാകുന്ന തലവേദനയും ചില്ലറയല്ല. തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമിയും വീടുമില്ലാതെ അടച്ചുറപ്പുള്ള വീടിനായി സ്വപ്നം കാണുന്ന അനേകർ ഉള്ള നാട്ടിലാണ് ഇത്തരത്തിൽ സർക്കാർ ഖജനാവിലെ പൊതുപണം വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകൾ നാഥനില്ലാതെ കാടുകയറി നശിക്കുന്നത്. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിലെ കാണ്ടിയാമ്പാറയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ മാത്രമല്ല, പഞ്ചായത്തിലെ 13, 11 വാർഡുകളിലായി കാണ്ടിയാമ്പാറ, അമ്പഴച്ചാൽ, തോക്കുപാറ മേഖലകളിലായി 20ഓളം വീടുകൾ ഇത്തരത്തിൽ ആനടക്കമില്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്നു. ചില വീടുകൾ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാരൻ്റെ അടക്കം നികുതി പണം വിനിയോഗിച്ച് നിർമ്മിച്ച നിർമ്മിതികളാണ് കാട് കയറാനും ചിതലരിക്കാനും ഇങ്ങനെ വിട്ടു നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ പള്ളിവാസൽ പഞ്ചായത്ത് 13ാം വാർഡ് കാണ്ടിയാമ്പാറ ഭാഗത്താണ് ഇപ്പം നമ്മൾ ഈ വീടുകൾ കണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞാ ലംഘനമാണിത്. പാർട്ടിയിൽപ്പെട്ടവർക്ക്, ഏത് ഭരണകക്ഷിയെന്ന് ഞാൻ പറയുന്നില്ല, ആ ഭരണകക്ഷിയുടെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു അർഹതയും ഇല്ലാത്തവർക്ക്, അവർക്ക് വീടുകൾ തമിഴ്നാട്ടിലും ഈ പ്രാന്തപ്രദേശങ്ങളിലും അവർക്ക് വീടുണ്ടെന്നിരിക്കെ ഇവിടെ വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. വീടിന് അർഹരായവരെ തള്ളിക്കളഞ്ഞിട്ട് അനർഹരെ തിരഞ്ഞെടുത്ത് തികഞ്ഞ ഉദാസീനത എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇതിന് കുറേ നാൾ മുന്നേ ഒരു അനാശാസ്യം ഇവിടെ നടന്ന് ഞാൻ അതിനുവേണ്ടി മുട്ടത്തിന് കോടതിയിൽ സാക്ഷി പറയാൻ പോയ ആളാണ്. ഈ പ്രാന്തപ്രദേശങ്ങളിലെ ഏകദേശം 20ഓളം വീടുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നാഥനില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ കാട് കയറി മൂടിയതോടെ സമീപവാസികളും ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. നേരമിരുളുന്നതോടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഇടങ്ങളായി ആളൊഴിഞ്ഞു കിടക്കുന്ന ഈ പ്രദേശത്തെ ചിലർ മാറ്റിക്കഴിഞ്ഞുവെന്ന പരാതി ഉയരുന്നു. കാട് കയറി മൂടിയതോടെ ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചു. ഒരു കാലത്ത് നല്ല ഉദ്ദേശം മുൻനിർത്തി പൊതുപണം വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകളാണിവ. പക്ഷേ നടത്തിപ്പിലെ പാകപ്പിഴകൾ പദ്ധതിയെ ഇന്ന് കാണുന്ന ഈ നിലയിൽ കൊണ്ടെത്തിച്ചു. ഇനിയെങ്കിലും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ കാടുകയറി മൂടുന്ന ഈ വീടുകൾക്കും പ്രദേശത്തിനും ശാപമോക്ഷം നൽകണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി മൂന്നാറിൽ ധനകാര്യ സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. മാട്ടുപ്പെട്ടി റോഡിൽ പ്രവർത്തിച്ചിരുന്ന നെറ്റ് സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിവാസലിലെ പാക്കറ്റിംഗ് സെന്റർ സ്വദേശിയായ വീട്ടമ്മയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അർബുദ രോഗബാധിത കൂടിയാണ് പരാതിക്കാരിയായ പവൻതായ് മാടസ്വാമി. ആനച്ചാൽ, അടിമാലി സ്വദേശികളായ 2 ഏജന്റുമാർ പവൻതായിയെ സമീപിക്കുകയും കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയുമായിരുന്നു. തുടർന്നാണ് വീട്ടമ്മ 50,000 രൂപ കമ്പനിയിൽ നിക്ഷേപിച്ചത്. 1 വർഷ കാലാവധിക്കാണ് പണം നിക്ഷേപിച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞ പണം പിൻവലിക്കാനെത്തിയപ്പോഴാണ് 2 മാസമായി സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയെന്ന വിവരം അറിയുന്നത്. இந்த பேங்க்ல 2 பொம்பளை ஒண்ணுங்க இருந்தாங்க. அப்ப என்னைய கூப்பிட்டு வட்டி கூடுதல் இதில் போடுங்கம்மா, வயசாயிடுச்சு, உங்களுக்கு ரிட்டையர்டு, உங்கள் வீட்டுக்காரர் ரிட்டையர்டு காசு தான் கொண்டு வந்து போட்டேன். 2 தவணையாக நான் போட்டேன். இப்போ ஒரு தவணை எடுக்கும்போது அங்கே பிரச்சனை நடந்துச்சு. அப்புறம் 2ஐயும் க்ளோஸ் பண்ணிடுடான்னு, இல்லைம்மா கிடக்கட்டும்,
ஒரு 4-5 மாதம் இருக்கும், உங்களுக்கு வட்டியோட வாங்கிக்கோங்கம்மா அப்படின்னு. நாங்கள் சாவியெல்லாம் கொடுக்க மாட்டோம், இந்த எல்லாம் ஐரஞ்சுக்குள்ள பொருள் போட்டு எல்லாமே வாங்கி வச்சுருக்கோம் ஆளுகளுக்குள்ளதெல்லாம், அதனால நீங்கள் பயப்பட வேண்டாமான்னு சொல்லி அந்த பிள்ளைங்க 2 பிள்ளைகளும் சொன்னாங்க. அதை நம்பி நான் போட்டு போயிட்டேன். இப்போ நான் കാലാവധി முடிஞ்சு வந்து பார்க்கும்போது இங்கே எல்லாம் അടച്ചു കിടக்குது. കമ്പനി അധികൃതരുമായി ബന്ധപ്പെടാനും കഴിയാതെ വന്നതോടെയാണ് പവൻ തായ് മൂന്നാർ പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം സമാന രീതിയിൽ മൂന്നാറിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് നിരവധി പേരിൽ കമ്പനി നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. സിറ്റി വിഷൻ, മൂന്നാർ. കണ്ണൂരിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ മൺതിട്ടയിൽ ഇടിപ്പിച്ചു നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. ബഡ്ജറ്റ് ടൂറിസം ബസ്സിൽ 45 യാത്രക്കാരുണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് സംഘം പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ടത്. തേക്കടി, ഇടുക്കി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ പയ്യന്നൂരിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് അടിമാലി പനംകുട്ടിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ ഒരു വശം മൺതിട്ടയും മറുവശം പുഴയുമാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായ ഡ്രൈവർ മനസാന്നിധ്യം കൈവിടാതെ മൺതിട്ടയിൽ ഇടിച്ച് ബസ് നിർത്തുകയായിരുന്നു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും 2 സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവർക്കും പരിക്കുണ്ട്. അപകടത്തെ തുടർന്ന് എറണാകുളം ഇടുക്കി സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. വെള്ളത്തൂവൽ പോലീസ് എത്തി സംഭവത്തിൽ തുടർ നടപടി സ്വീകരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ ദേവികുളത്ത് KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു സംഭവത്തിൽ ഡ്രൈവറുടെ വിശദീകരണം. എന്നാൽ CCTVയിൽ കാറിന്റെ ദൃശ്യങ്ങളില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി സൈറ്റ് സീൻ സർവീസ് നടത്തുന്ന KSRTC ഡബിൾ ഡെക്കർ ബസ് കഴിഞ്ഞ ദിവസമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ ദേവികുളം ഇരച്ചിൽപ്പാറയ്ക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിടിച്ചു. പിന്നീട് റോഡരികിലെ മൺതിട്ടയിലിടിച്ച വാഹനം നിന്നു. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു സംഭവത്തിൽ ഡ്രൈവറുടെ വിശദീകരണം. എന്നാൽ CCTVയിൽ കാറിന്റെ ദൃശ്യങ്ങളില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അപകട സമയത്ത് വാഹനത്തിൽ താഴെയും മുകളിലുമുള്ള ഡെക്കറുകളിലായി 40-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. ഒക്ടോബർ 10 വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കി നോക്കിക്കാണുന്നത്. ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള അനുമതി നൽകുന്ന ബില്ല്, ഭൂപതിവ് ചട്ട ഭേദഗതി തുടങ്ങിയ സുപ്രധാനമായ വിഷയങ്ങൾ സമ്മേളന കാലയളവിൽ ചർച്ചയ്ക്ക് വരും. ഇന്നു മുതൽ ഒക്ടോബർ 10 വരെ തുടരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആകെ 12 ദിവസമാണ് സഭ ചേരുക. ഇതിൽ 9 ദിവസവും ബില്ലുകൾ ചർച്ച ചെയ്യാനാണ് സമയം വിനിയോഗിക്കുക. 17-ൽ അധികം ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുമെന്ന് സ്പീക്കർ M. ഷംസീർ പറഞ്ഞു. 2 ദിവസം അനൗദ്യോഗിക അംഗങ്ങളുടെ പ്രൈവറ്റ് മെമ്പർ ബില്ലിന് വേണ്ടിയും സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ 4 ബില്ലുകളാണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി ഏതൊക്കെ ബില്ലുകൾ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ള കാര്യം നാളെ റെഫറൻസിന് ശേഷം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ്. 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, 2025 കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ. ഈ 4 ബില്ലുകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ഏതാണ്ട് 13ഓളം കൂടി ബില്ലുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് 13 BSc ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. ഇടുക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭൂപതിവ് ചട്ടഭേദഗതി അടക്കം സഭയിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് വിവരം. മന്ത്രിസഭ അംഗീകരിച്ച ചട്ടം നിലവിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇതേസമയം ചട്ടം ഭേദഗതി ചെയ്യുന്നത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് പണപ്പിരിവ് നടത്തുവാനാണെന്ന് ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുണ്ട്. ഇതിൽ സമരപ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ സമ്മേളന കാലയളവിൽ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷ.
ഇതിനോടൊപ്പം കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ച അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുവാൻ അനുമതി നൽകുന്ന ബില്ലും ചർച്ചയ്ക്കെത്തുമെന്നാണ് പ്രതീക്ഷ. വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള ഇടുക്കി അടക്കമുള്ള മലയോര ജില്ലകൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബില്ലിനെ നോക്കിക്കാണുന്നത്. തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ പടിവാതിലെത്തി നിൽക്കെ ഗവൺമെന്റിന് ഏറെ പ്രതിച്ഛായ പകരുന്നതാണ് ബില്ലെന്നാണ് വിലയിരുത്തൽ. ഇതേസമയം ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചേക്കും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, PP തങ്കച്ചൻ, വാഴൂർ സോമൻ എന്നിവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് ഇന്ന് സഭ പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിയമസഭ. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമ്മേളന കാലയളവിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ നിയമസഭാ സ്പീക്കർ PP തങ്കച്ചൻ തുടങ്ങിയവർക്കും സഭ ആദരം അർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AM ഷംസീറാണ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചത്. തോട്ടം തൊഴിലാളിയുടെ ജീവിത പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലും നിയമസഭയിലും എത്തിക്കുവാൻ വാഴൂർ സോമൻ നിർണായക പങ്കുവഹിച്ചതായി സ്പീക്കർ അനുസ്മരിച്ചു. നിലപാടുകൾ ഉറച്ച വിശ്വാസവും ശക്തമായ സ്ത്രീപക്ഷ നിലപാടും അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റി. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കും തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ധീരനായകന്റെ വിയോഗം കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ പാതയും ആശയങ്ങളും എന്നും വരും തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവയ്ക്ക് പരിഹാരം കാണുവാനുമുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ് വാഴൂർ സോമൻ ജീവിതത്തിന്റെ സിംഹഭാഗവും മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് തൻ്റെ പൊതുജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം വിനിയോഗിച്ചത്. യൂണിയൻ ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രമുഖനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും സരസനായ ഒരു നിയമസഭാ അംഗമായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹവുമായി അടുത്ത് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ ഏത് അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ സരസമായ സംഭാഷണം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ഒരു പിന്നോക്കമായ ഒരു ജില്ലയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴൂർ സോമൻ MLAയുടെ അവസാന നിമിഷങ്ങൾ ഓർത്തെടുത്തു. റവന്യൂ മന്ത്രി ബഹുമാനായ അഡ്വക്കേറ്റ് രാജൻ വിളിച്ചു ചേർത്ത റവന്യൂ അസംബ്ലി അതിനായി ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ച് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ, ലയങ്ങളുടെ പ്രശ്നങ്ങൾ, ടൂറിസം സാധ്യതകൾക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ, ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ, അതല്ലാതെ സവിസ്തരമായി ആ യോഗത്തിൽ പ്രതിപാദിക്കുകയും സംസാരിക്കുകയും ചെയ്തതിനു ശേഷം ഉച്ചഭക്ഷണവും കഴിച്ച് മടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ?
ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ഗ്രാമപഞ്ചായത്ത് വളറയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തൃശങ്കുവിൽ. പദ്ധതിക്ക് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. വളറ വെള്ളച്ചാട്ടത്തിന് എതിർവശത്ത് ദേശീയപാതയോട് ചേർന്ന് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കാനായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത്. അടിമാലിയുടെ മാത്രമല്ല മൂന്നാറിന്റെ കൂടി വിനോദസഞ്ചാരത്തിന് കരുത്തു പകരുമെന്ന പ്രതീക്ഷ നൽകിയ പദ്ധതിയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതി. വാളറയിൽ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി ദേശീയപാതയോരത്ത് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ആലോചന. എന്നാൽ നിലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തൃശങ്കുവിലാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ വനംവകുപ്പ് തടസ്സവാദവും ഉന്നയിക്കുന്നുവെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അടിമാലിയുടെ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന ഒരു പദ്ധതിക്കാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ച ഗ്ലാസ് ബ്രിഡ്ജ് പ്രോജക്റ്റ്. വാളറയിൽ നമ്മളത് വളരെ മനോഹരമായി അതിൻ്റെ എസ്റ്റിമേറ്റുകൾ പൂർത്തീകരിച്ച് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പ്ലാനിംഗ് ഓഫീസിൽ നമുക്ക് DPC അനുവാദം ലഭിക്കുകയും ചെയ്തിരുന്നു. നാഷണൽ ഹൈവേ PD ഉൾപ്പെടെയുള്ളവർ ബഹുമാനപ്പെട്ട MPയും ബഹുമാനപ്പെട്ട MLA ഒക്കെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഫോറസ്റ്റിൻ്റെ വ്യാപകമായ തടസ്സം മൂലം ആ പദ്ധതികൾക്ക് കോട്ടം ലഭിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമാകുന്ന, ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന, നമ്മുടെ നാടിൻ്റെ ലോകോത്തര നിലവാരമുള്ളൊരു പദ്ധതിയാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മൂലം അവസാനിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മേഖലയിലൊക്കെ റോഡുമായി ബന്ധപ്പെട്ടും നാഷണൽ റോഡുമായി ബന്ധപ്പെട്ടും ഒക്കെ ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങൾ നിൽക്കുന്നതിന് മൂലം നമ്മുടെ ടൂറിസ്റ്റ് സാധ്യതകളും ഗതാഗത സാധ്യതകൾക്കും എല്ലാം മങ്ങലേൽപ്പിക്കുന്ന ഒരു നിലപാടാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഗവൺമെൻറ് അടിയന്തരമായ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്തരം പദ്ധതികളെല്ലാം അനിശ്ചിതത്തിലാവുന്ന കാര്യമാണ് നടന്നു വരുന്നത്. ദിവസവും നിരവധിയായ വിനോദസഞ്ചാരികൾ എത്തുകയും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു പോകുകയുമൊക്കെ ചെയ്യുന്ന ഇടമാണ് വാളറ. മഴക്കാലത്താണ് വാളറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗി കൈവരിക്കുന്നത്. ഈ സമയം ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാനാകും വിധം രൂപകൽപ്പന ചെയ്തായിരുന്നു പദ്ധതിയുടെ ആലോചനയുമായി മുമ്പോട്ടു പോയത്. പദ്ധതിക്ക് ഏറ്റവും പ്രാരംഭമായി വേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ മേൽക്കൈയാകുമായിരുന്ന പദ്ധതിയാണിപ്പോൾ ആലോചന ഘട്ടത്തിൽ തന്നെ നിലച്ച സ്ഥിതിയിൽ എത്തിയത്.
സിറ്റി വിഷൻ അടിമാലി. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈകൾ കോർത്തുപിടിച്ച് വീണ്ടും വിദ്യാലയത്തിലേക്ക്. പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞും ഒരു വട്ടം കൂടി 1982-83 കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് രാജകുമാരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് രാജകുമാരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ അംഗനത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമം മറക്കാനാവാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. രാജകുമാരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഓർമ്മച്ചിരാത എന്ന പേരിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. 3ാം തവണയാണ് എല്ലാവരും വീണ്ടും ഒത്തുകൂടുന്നത്. മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമത്തിന് തുടക്കം കുറിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ആദ്യകാല അധ്യാപകരായിരുന്ന സരസമ്മ, സരള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന അധ്യാപകരും അവരുടെയൊക്കെ ഫോട്ടോ കണ്ടുകൊള്ളൊരു ബുദ്ധിമുട്ട് അവർക്കെല്ലാവർക്കും എൻ്റെ ഒരു ആദരാഞ്ജലി വേറെ സ്ഥലത്ത് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെയൊക്കെ കാണാനും ഈ വേദിയിൽ വരാനും വീണ്ടും അവസരം തന്ന ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കൂൾ വികസന സമിതിയുടെ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്ന കൂപ്പണിന് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുകയും സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. ഉപഹാരങ്ങൾ നൽകി ഗുരുക്കന്മാരെ ചടങ്ങിൽ ആദരിച്ചു. നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും സ്നേഹവിരുന്നിൽ പങ്കെടുത്തും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത്. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കമ്മിറ്റി പ്രസിഡന്റ് ജോസ് ജോസഫ്, സെക്രട്ടറി ജയൻ VT, വൈസ് പ്രസിഡന്റ് മണി VK, ട്രഷറർ ബേബി VV, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജകുമാരി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വേദവ്യാസ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് മഹാശോഭയാത്ര സംഘടിപ്പിച്ചത്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന ആപ്തവാക്യവുമായി നടന്ന പരിപാടികളിൽ 100 കണക്കിന് ബാലികാ ബാലന്മാർ പങ്കെടുത്തു. കൃഷ്ണവേഷം, ഗോപികമാർ, മറ്റ് പുരാണ വ്യക്തികൾ എന്നിവരുടെ വേഷങ്ങൾ അണിഞ്ഞാണ് കുട്ടികൾ ശോഭായാത്രയിൽ പങ്കെടുത്തത്. നെടുങ്കണ്ടം നാട്യാഞ്ജലി ചിലമ്പൊലി നൃത്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ ശോഭായാത്രയ്ക്ക് മിഴിവേകി. നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ SNDP യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് R സുരേഷ്, സെക്രട്ടറി MS മഹേശ്വരൻ, ബാലഗോകുലം ജില്ലാ വൈസ് പ്രസിഡന്റ് PK പുഷ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ശോഭയാത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷം ഉറിയടി, ഗോപികാനൃത്തം, ചെണ്ടമേളം എന്നിവയും അരങ്ങേറി. 100 കണക്കിന് ആളുകൾ ശോഭയാത്രയും ഉറിയടിയും കാണുന്നതിനായി എത്തിയിരുന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജയന്തി ദിനാഘോഷം ചെരിപ്പുറം, കള്ളിമാലി, മുല്ലക്കാനം, NR-സിറ്റി, കലുങ്കുസിറ്റി, പഴയവിടുതി, കുത്തുങ്കൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കള്ളിമാലി ദേവി ക്ഷേത്രാങ്കണത്തിൽ ആഘോഷിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജയന്തി ദിനാഘോഷം ചെറുപുറം, കള്ളിമാലി, മുല്ലക്കാനം, NR-സിറ്റി, കലുങ്കുസിറ്റി, പഴയവടുതി, കുത്തുങ്കൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കള്ളിമാലി ദേവി ക്ഷേത്രാങ്കണത്തിൽ ആഘോഷിച്ചു. ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ ജനിച്ച ഭഗവാന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് കള്ളിമാലി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. വൈകിട്ട് അമ്പലക്കവലിയിൽ നിന്നാരംഭിച്ച ശോഭയാത്രയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികാഗോപന്മാരും പങ്കുചേർന്ന കള്ളിമാലി ദേവീക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രസാദ വിതരണവും ഉറിയടിയും കുട്ടികളുടെ കലാപരിപാടികളും നടത്തി. അനൂപ് S നായർ, PN ബിജു, സുധാ മനോജ്, ഉണ്ണികൃഷ്ണൻ, ബിനു, അമ്പിളി, മധു, അർജുൻ, ബെൻസോയി മാധവൻ, അജിൽ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ,
രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ, വെള്ളി ഗ്രാമിന് 120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ഖജനാവിലെ പണം മുടക്കി നിർമ്മിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെ പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ കാടുകയറി മൂടി വീടുകൾ. മൂന്നാറിൽ ധനകാര്യ സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. കണ്ണൂരിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ മൺതിട്ടയിൽ ഇടിച്ചു നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. പതിനഞ്ചാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. ഒക്ടോബർ 10 വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കി നോക്കിക്കാണുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.